ഹായ് ഗൈസ്, നമ്മളിപ്പോ ഗുദ്ദ, പഞ്ചാബിലെ ബത്തിൻഡ ജില്ലയിലെ ഗുദ്ദയിലെ ഒരു ഓറഞ്ച് തോട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒപ്പം അഞ്ജലി, പിന്നെ ആരൊക്കെയാണുള്ളത്? എല്ലാവരും ഹായ് പറയൂ ഗൈസ്. മുമ്പില് കുറെ വ്യക്തികൾ പോകുന്നുണ്ട്. അവര് പോയി നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഓറഞ്ച് തോട്ടത്തിലെത്തിയിട്ട് കാണാം ഗൈസ്. കാണിക്കാൻ പോകുന്ന ഒരു കഴുതേനെയാണ്. അല്ല ഇവിടെ ഹായ് പറയ് കഴുത, ഹായ് പറയ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ് കഴുത. കഴുത ലേശം കലിപ്പിലാണ് ഗൈസ്, ഒന്നും സംസാരിക്കുന്നില്ല. വേറെ നാജി ഓടി വരുന്നുണ്ട് ഗൈസ്. നമ്മളൊരു വ്ളോഗ് ചെയ്യാണ്. ഹായ് പറയ്, ഹായ് പറയൂ റസ്മജി, ഹായ് പറയൂ. പ്രാകൃതമായ മറ്റേ എന്നിട്ട് പറയാ, പ്രാകൃതമായ നമ്മുടെ നാട്ടില് ഗ്യാസ് ഒക്കെ വരുന്ന മുമ്പ് നമ്മുടെ നാട്ടിലായാലും പണ്ട് ഇതൊക്കെ കത്തിച്ചിട്ടാണ് ഇങ്ങനെ തീയൊക്കെ ഇരുന്നിരുന്നത്. ഇപ്പോ നമ്മൾ വലിയ പത്രാസുകാരായി. പക്ഷെ ഇത് നെല്ലാണോ ഗോതമ്പാണോ? വിശാലമായ ഗോതമ്പ് പാടങ്ങൾ, ഗോതമ്പ് വിളഞ്ഞ നിറമുള്ള പഞ്ചാബി പെൺകുട്ടികൾ ഇത് കഴിച്ചിട്ടാണ് ആ നിറം വരുത്തുന്നത്. ഹായ് പട്ടി, തലവടിയാലോ അതിന് വേണ്ട. ഇവിടെയുള്ള വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വീടുകൾക്കൊന്നും ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ടുണ്ടാവില്ല. എന്തോ ടാക്സ് പർപ്പസിനായിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയില്ല. എല്ലാ വീടും ഇങ്ങനെ പെയിന്റ് അടിക്കാണ്ട് ചുമ്മാ സിമെന്റ് തേച്ച രീതിയിലാണ് കാണപ്പെടാറുള്ളത്. ഇവിടുത്തെ പെണ്ണുങ്ങള് മുഖത്ത് പുട്ടി അടിക്കാറുണ്ട്. നല്ലൊരു ഒബ്സർവേഷൻ ഷൈജു ഉള്ളതായി കാണപ്പെടുന്നു. ഒരു വലിയൊരു ആൽമരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ദൂരെ കാണുന്ന നീളത്തിലുള്ള സംഭവമാണ് ഓറഞ്ച് ഗാർഡൻ. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വഴികളാണ്. നട്ടുച്ചയല്ല, ഒരു 3 മണി സമയമാണെങ്കിലും ഒട്ടും ചൂടൊന്നുമില്ല, വിൻ്റർ ആയതുകൊണ്ട്. നമ്മളങ്ങനെ ഓറഞ്ച് തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ്, ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവായിരിക്കില്ല, എന്നാലും ആ കാണുന്നതാണ് ഓറഞ്ച് ചെടികൾ. നോക്കൂ, ഓറഞ്ച് നോക്കൂ. ഓരോ ചെടികളിലും ഇങ്ങനെ കൂട്ടമായിട്ടാണ് ഓറഞ്ച് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. തോട്ടത്തിൻ്റെ ഉള്ളിൽ, നമ്മളിപ്പോൾ ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നോക്ക്, ഇതൊരു ഭംഗിയിലാണ് ഓറഞ്ചൊക്കെ ഉള്ളത്. ഈ മരങ്ങൾ നിറച്ചിങ്ങനെ ഓറഞ്ചായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പട്ടിയൊക്കെ ഉണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് ആണ്. ഓക്കെ, ഫുള്ളിങ്ങനെ ഓറഞ്ച് നിൽക്കുന്ന കാണാം. ഇവിടുത്തെ ഒരു ചേട്ടനാണ് ഗൈസ്. ഓക്കെ, വെരി ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ഓറഞ്ചസ്. വലിയൊരു തോട്ടാണിത്, നിറച്ചിങ്ങനെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുകയാണ്. വെളിച്ചതൊന്നും കാണാൻ പറ്റില്ല. ഫുള്ളി കണക്കിന് ഓറഞ്ച് ഉണ്ടായി നിൽക്കുകയാണ്. ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഫ്രണ്ട്ലി ഡോഗ്സ്. ശരിക്കും ഇവിടെ ഫുൾ ഓറഞ്ചുകളാണ്. നോക്കത്താ ദൂരത്തോളം ഓറഞ്ച് പറന്ന് കിടക്കുകയാണ്. സോറി, ഹലോ ഗൈസ്. നമുക്ക് നോക്കത്താ ദൂരങ്ങൾ, നമുക്ക് എവിടേക്ക് നടന്നാലും ഓറഞ്ച് തന്നെ. മറ്റേ പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത ഓറഞ്ചുകളും എന്ന് പറയണൊക്കെ പോലെ. ഓറഞ്ചുകളുടെ ഒരു ലോകത്തേക്ക് എത്തിയ പോലെ തോന്നും. പണിക്കാരൊക്കെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഒട്ടും ഓറഞ്ച് പറിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് കയറ്റി വിട്ടാണേ. നമ്മൾ പറിക്കാനും പോണില്ല. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടേക്ക് നോക്കിയാൽ അടിയിൽ ഇങ്ങനെ കുറേ ഓറഞ്ചുകൾ ചീഞ്ഞ് ഒക്കെ കിടക്കുന്നുണ്ട്, കഴിക്കാൻ പറ്റാത്ത രീതിയിൽ. ചില സ്ഥലങ്ങളിൽ ഈ ഓറഞ്ച് കാരണം ഭാരം വന്നിട്ടേ, ചില്ലകൾക്ക് ഭാരം വന്നിട്ട് അതിന് ഞാൻ പോസ്റ്റ് ചെയ്യും. എന്നെ തട്ടി
ഞാൻ നിക്കട്ടെ പട്ടിയില്ല. ഹായ് അല്ല ഐശ്വര്യ വെള്ളല്ലേ? ട്രാക്ടറിലുള്ളത് നിത അതിസാഹസികമായി ഐശ്വര്യ നമ്മളത് സാഹസികമായി ട്രാക്ടറിൽ കയറി റൈഡ് ചെയ്യുകയാണ് ഗൈസ്. ഷാരൂഖ് ഖാന്റെ എതിരില് പാടത്തിന് നടുവിലേക്ക് എത്തിയിരിക്കുകയാണ്. നടുവിലേക്ക് പോകാൻ പറ്റിയിരിക്കില്ല. നമ്മൾ ട്രാക്ടറിൽ കയറി നേരത്തെ എത്തിക്കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ എത്തുന്ന സമയം വരെയുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കടുക് പാടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വേറെ എന്തോ ഇതെന്താ മുള്ളങ്കിയാണോ ഇത് ഈ സംഭവം? അങ്ങനെ എന്തോ ഒരു സാധനം ഇടവേളയായിട്ട് എനിക്കൊന്നും അവരെ ഇടവേളകളിൽ നട്ടു വളർത്തുന്ന എന്തോ. അതല്ല ഇടവേള പോട്ടെ ഒരു നല്ലൊരു ബൈക്ക് വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്. മാറിക്ക് നമുക്ക് അവിടെ ദൂരം നോക്കി അറിയാം. അവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഒരു എല്ലാ പാടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു പാടത്തിൻ്റെ ഇറിഗേഷൻ ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റിയൊക്കെ ഇങ്ങനെ ഒരു സോളാർ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കണേ. നല്ല രസമാണ് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ. ഫുള്ളൊരു മഞ്ഞ നിറത്തിൻ്റെ മഞ്ഞൊരു കാർപ്പറ്റ് വിരിച്ച പോലെയാണ്. വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണിത്. ഫോട്ടോസ് എടുക്കാനും മറ്റും. അസ്തമയ സൂര്യൻ്റെ അന്തികിരണങ്ങൾ മാടി വിളിക്കുമ്പോൾ മഞ്ഞ കതിരുകൾക്കിടയിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതാ അടി മേടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. വേണ്ട. ഡാൻസ് കളിക്കണ്ടോ? റീൽ എടുക്കണ്ടോ? അപ്പോൾ അവർ എന്തോ ഒരു മുമ്പ് കളിച്ച് പഠിച്ചൊരു ഡാൻസിൻ്റെ എന്തോ ഒരു സാധനം എടുക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം ഗോയ്സ്. ഞാനും കളിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഈ നിലവാരമല്ല. എനിക്ക് ഇത്തിരി ഹൈ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ വേണം. അപ്പം